നമ്മുടെ ഇന്നത്തെ ലഞ്ചിന് എന്താ സ്പെഷ്യൽ എന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു പാലക് ദാൽ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അതിനുവേണ്ടി നമ്മുടെ ദാലൊക്കെ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും ഇനി ഒരു പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കിത് കുക്കറിൽ ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കാവേ. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ദാണ്ട് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് അതിൽ കുഞ്ഞാന്നരിഞ്ഞെടുക്കാവേ. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ 1 ടീസ്പൂൺ അളവിൽ നെയ്യൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നെയ്യ് ഒഴിവാക്കി ചെയ്യരുത്, നെയ്യ് മസ്റ്റ് ആണ്. ഇനി അതിലേക്ക് കുറച്ച് കടുകും ജീരകവും ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാവേ. നമ്മുടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ദാണ്ട് ഏകദേശം ഈ ഒരു പരുവത്തിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കണേ. തക്കാളിയൊക്കെ വെന്തുടങ്ങി ഏകദേശം എന്താ ഈ ഒരു പരുവം എത്തുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാലക്കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാതെ നമ്മൾ ഇത്രയും പാലക്ക് ആഡ് ചെയ്തിട്ട് ഇതാണ്ട് അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഏകദേശം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും പാലക്കൊക്കെ വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഡാലില്ലേ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡാൽ പാലക്ക് ഇവിടെ റെഡിയായി. ഇനി അടുത്ത എന്നുള്ള ക്വസ്റ്റ്യൻ എന്റെ മുന്നിൽ വന്നത് കുറച്ച് സോയ ചങ്ക്സ് ആയിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാന്ന് വിചാരിച്ചു. ഇനി ഒരു പാൻ എടുത്ത് അതിൽ കുക്ക് ചെയ്തപ്പോൾ 2 പാൻ കഴുകേണ്ടി വരും. അയ്യോ, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. കാരണം ഈ പാത്രം കഴുകുന്ന കാര്യത്തിൽ എന്നെ പോലെ ഒരു മടിച്ച് ഈ ലോകത്ത് വേറെ ആരും കാണില്ല കേട്ടോ. പറഞ്ഞു വന്നത് വേറൊന്നും അല്ല, നമ്മൾ ഡാൽ ഉണ്ടാക്കിയ പാനില്ലേ അതൊരു ടിഷ്യൂ വെച്ച് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൽ തന്നെ നമ്മുടെ സോയ ചങ്ക്സ് റോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അധികം ഡെക്കറേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് പൊട്ടിക്കുക, ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ ഇട്ടൊന്ന് മൂപ്പിക്കുക. അതിലേക്ക് പൊടി ഐറ്റംസ് ആയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു നുള്ളു ഗരം മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ശകലം വെള്ളം ഒഴിച്ച് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ബോൾസ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് പെപ്പർ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോയ ചങ്ക്സ് കൂടെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഡാലും സോയ ചങ്ക്സ് ഒക്കെ ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ ഇന്നത്തെ ലഞ്ചിന് ഒരു പ്രോട്ടീൻ ലഞ്ച് എന്ന് വേണേ പറയാം കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.